എല്ലാവർക്കും ഷാഹീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 3 ചേരുവകൾ കൊണ്ട് എങ്ങനെ ഓവൻ ഇല്ലാതെ സോഫ്റ്റായ ടീ കേക്ക് ഉണ്ടാക്കി എടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന കൊച്ചു ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ ഒരു ബൗളിലേക്ക് 3 മുട്ട ചേർക്കുന്നുണ്ട്. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വിസ്കോ ബീറ്ററോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് മൈദയിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പതഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 കപ്പ് മൈദയും ഞാൻ ഇവിടെ തരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചുല വെച്ച് ഇളക്കി കൊടുക്കാം. മുട്ടയുടെ തിക്നെസ് കളയാതെ നമുക്ക് ഒരു ഭാഗത്തേക്ക് തന്നെ യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ട്രേ നമുക്കൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. ഈ ട്രേയുടെ പകരം നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ബാറ്റർ കുറേശ്ശെയായിട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് തട്ടിക്കൊടുക്കാം. ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തട്ടിക്കൊടുക്കുന്നത്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തട്ടി ഇറക്കിയതിന് ശേഷം ട്രേ വെച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രം കൊണ്ട് ഇത് അടച്ചു വെക്കാം. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു സ്റ്റിക്കോ നീഡിലോ വെച്ച് കുത്തി നോക്കാം. ഇപ്പൊ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.